മാവേലിക്കര മണ്ഡലത്തിലാണ് നമ്മുടെ ചിഹ്നം എത്തി നിൽക്കുന്നത്. കൊട്ടാരക്കര പരിസരത്ത് എവിടെയെങ്കിലും കൊടിക്കുന്ന് സുരേഷ് എംപിയുടെ ഫണ്ട് വിനിയോഗിച്ച് കൊടുത്ത് ഉള്ളക്കഥ പറയാൻ പറ്റുമോ? പെൻഷൻ കൊടുക്കാത്തതുമായ ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അല്ലാതെ കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അമ്മാര് വർത്താനം വേണ്ട, കൈചൂണ്ടി ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട. ഹൈമാസ്കിന് വേണ്ടി എവിടെയെങ്കിലും ഒരു മന്ത്രിയെ നിയമിക്കുകയാണെങ്കിൽ ആ മന്ത്രിയുടെ പേര് കൊടിക്കുന്ന് സുരേഷ് എന്നായിരിക്കും. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിൽ വളരെ കൃത്യമായ ഉത്തരവുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്തായി ഫണ്ട് കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലെ മെമ്പർമാർക്ക് കൊടുക്കുന്നു. അതിന്റെ എണ്ണം പരിമിതമായി പോയി. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പൂജപ്പുര ജയിലിലേക്ക് അയക്കും. കൊടിക്കുന്നിൽ സുരേഷ് ഏറെക്കുറെ 2 പതിറ്റാണ്ടോളമായി അദ്ദേഹം വളരെ സജീവമാണ്. 4-ാം അംഗത്തിൽ ഇറങ്ങുകയാണ്. സി അരുൺകുമാറിനെ മുൻനിർത്തിയാണ്, ഒരു യുവത്വത്തിൻ്റെ പ്രതീകത്തെ മുൻനിർത്തിയാണ് LDF അതിനെ നേരിടാനൊരുങ്ങുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയുമായാണ് ഇന്ത്യയെ മാവേലിക്കര മണ്ഡലത്തിൽ പ്രചാരണം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ വിചാരങ്ങൾ, വിവാദങ്ങൾ, വിശേഷങ്ങളൊക്കെ എന്താണ് എന്ന് ചോദിക്കാം, അറിയാം, അഭിപ്രായം തേടാം. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. തത്സമയം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ NDAയിൽ നിന്ന്, ശ്രീ എബി പാപ്പച്ചൻ UDF നിന്ന്, ശ്രീ S വേണുഗോപാൽ LDF നിന്ന്, ഒപ്പം ധാരാളം നാട്ടുകാർ പ്രേക്ഷകർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരയിൽ മത്സരിക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമുള്ളൊരു കാര്യമാണ്. ഈ മണ്ഡലത്തിലെ ജനങ്ങളെ, അവരുടെ വിശ്വാസത്തെ ഒക്കെ അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. സി അരുൺകുമാർ എന്നൊരു പുതുതലമുറക്കാരനിലൂടെ നിങ്ങൾ ഈ മണ്ഡലത്തിൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ടോ? വാഗ്ദാന ലംഘനത്തിൻ്റെ ഒരു പെരുമഴക്കാലം സൃഷ്ടിച്ചുകൊണ്ടാണ് 15 വർഷക്കാലം മാവേലിക്കര കടന്നുപോയത്. അതെല്ലാം മാവേലിക്കര ജനങ്ങൾ നന്നായി ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സി അരുൺകുമാർ എന്ന വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ അട്ടിമറി വിജയം തന്നെ നേടും. ശ്രീ എബി പാപ്പച്ചൻ, അരുൺകുമാർ എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ മുൻനിർത്തി കൊടിക്കുന്നിൽ സുരേഷിനെ വെല്ലുവിളിക്കുകയാണ് LDF. വാഗ്ദാനങ്ങൾ മാത്രമാണോ? പോയ 3 തവണയും കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയ്ക്ക് സമ്മാനിച്ചത് അത് മാത്രം. UDFനെ സംബന്ധിച്ചിടത്തോളവും കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളവും ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ് ഞങ്ങൾ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്റിനോടുള്ള അതിശക്തമായ ഒരു വികാരം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കോട്ടിട്ട മോഡി ഡൽഹിയിൽ ഭരിക്കുന്നെങ്കിൽ ഒരു വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച മോഡി കേരളത്തിൽ ഭരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഒരു ഗവൺമെൻറ്, സ്വന്തം ആളുകൾക്ക് മാത്രം ഗുണമുള്ള ഒരു ഗവൺമെൻറ്, അത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷിന് വോട്ട് ചെയ്യും എന്നാണ് രണ്ടാമത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എന്ന കാൻഡിഡേറ്റാണ്. ലോക്സഭയിലെ ഏറ്റവും സീനിയർ MP ആണ് അദ്ദേഹം. സ്പീക്കർമാരുടെ പാനൽ അംഗമാണ് അദ്ദേഹം. ഈ നാട്ടിൽ വികസനത്തിൻ്റെ പെരുമഴക്കാലം സൃഷ്ടിച്ച ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ അനുഭവ സമ്പത്തിനും ഈ കഠിനാധ്വാനത്തിനും ഒരു തുടർച്ചയുണ്ടാകണമെന്ന് മാവേലിക്കരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരി, ശ്രീ രാധാകൃഷ്ണ മേനോൻ, 2 പേരും സ്ഥാനാർത്ഥികളുടെ സവിശേഷതകളെ കുറിച്ചാണ് വാചാലരാകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ. എന്താണ് NDA സ്ഥാനാർത്ഥിയുടെ ഒരു സവിശേഷത? മോദിയുടെ ഗ്യാരണ്ടിക്ക് അപ്പുറം നിങ്ങൾക്ക് മാവേലിക്കരയെ കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ എന്താണ്? NDA സ്ഥാനാർത്ഥി ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത ബൈജു കലാശാലയാണ്. അദ്ദേഹം ദശാബ്ദങ്ങളായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തെ മാവേലിക്കരയിലെ ആളുകളെ സംബന്ധിച്ച് പുതുതായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒപ്പം തന്നെ ഇവിടെ 4 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 40 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസും 400 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന NDAയും തമ്മിൽ ഇവിടെ മത്സരം നടക്കുമ്പോൾ കേരളത്തിലെ ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെ സ്വപ്നം കണ്ട ചില അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. 400 സീറ്റിൻ്റെ ഭരണം കേന്ദ്രത്തിലുണ്ടാവുമ്പോൾ കേരളത്തിലും അതിനനുസൃതമായ വികസനം വേണം, നാട്ടിൽ പുരോഗതി വേണം, നാട്ടിലുടനീളം ജനങ്ങളുടെ ആവശ്യം നടക്കണം. ഇവിടുത്തെ MP പണ്ട് മന്ത്രി വരെ ആയിരുന്നയാളാണ്. ചങ്ങനാശ്ശേരി മുതൽ കൊട്ടാരക്കര വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശത്ത് ഇവിടെ കുട്ടനാട്ടിലെ കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട്, കശുവണ്ടി തൊഴിലാളിക്ക് ഗതിയില്ലാത്ത അവസ്ഥ, റബ്ബർ കർഷകന് ഗതിയില്ലാത്ത അവസ്ഥ, ഈ സാഹചര്യമെല്ലാം ബാധിക്കുന്ന ഈ നിയോജക മണ്ഡലത്തിൽ
കേരളത്തിലാകെയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഭാരതത്തിലാകെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന പ്രധാനമന്ത്രിക്കൊപ്പം നിന്നാൽ ഇവിടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന തെരഞ്ഞെടുപ്പാണ്. ശരി, സംസ്ഥാനത്ത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഒരു ആളുകളുടെ വിധിയെഴുത്തിന്റെ രീതി വ്യത്യസ്തമാണ് എങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. മാവേലിക്കരയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ആത്മവിശ്വാസം എന്താണ്? ഇത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയായി മാറുമോ? അത് നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നിങ്ങളൊക്കെ നടത്തിയ സർവേ തന്നെ കഴിഞ്ഞ തവണ നമുക്കെല്ലാം അറിയാം UDF 19 സീറ്റിലാണ് ജയിച്ചത്. പിന്നാണ് ഒരാൾ മാറി 18ആയി വന്നത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന സർവേയിലെല്ലാം മാറ്റം വരുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഭരിക്കുന്ന അവസരത്തിൽ കേരളത്തിലെമ്പാടും നിങ്ങളുടെ ചാനലടക്കം നടക്കുന്ന സർവേകളിൽ എന്തുകൊണ്ടാണ് ആ മാറ്റം വരുന്നത്? ഇപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തവണ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ചക്ക വീണ് മൂരി ചാവുന്ന കാര്യം പറഞ്ഞ പോലെ കുറേ MP സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്ന് ജനങ്ങൾക്ക് നല്ല മാറ്റമായി. ജനങ്ങളിതെല്ലാം കാണുകയാണ്, എല്ലാം കാണുന്നുണ്ട്. മണിപ്പൂരും UPയും മധ്യപ്രദേശും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കേരളത്തിലെ ഭരണ സംവിധാനത്തെ കൂടി വിലയിരുത്തും. ആ വിലയിരുത്തൽ ഭരണമാണ് അഭിപ്രായപ്പെടുന്നത്. കാര്യം ഈ പറയുന്ന നാട്ടിലുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം എടുക്കുന്ന സമീപനങ്ങൾ തീർച്ചയായും ചർച്ചപ്പെടും. ആ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ശരി, ഓക്കെ. നിങ്ങളുടെ അടിയുറച്ച മണ്ഡലങ്ങൾ നിങ്ങൾക്ക് വലിയ ആവേശത്തോടെ കഴിഞ്ഞ തവണ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയവരാണ് 19 സീറ്റും UDFന് നൽകിയത്. അങ്ങനെ നിങ്ങളുടെ അടിയുറച്ച മണ്ഡലങ്ങൾ ഇത്തവണ LDFന് മുന്നിൽ നിങ്ങൾക്ക് അടിയറവ് വെക്കേണ്ടി വരുമോ? ഏത് മേഖലയിലുള്ള ആളുകളാണ് ഇന്ന് സംതൃപ്തരായിട്ടുള്ളത്? 1956 ശേഷം ഒരിക്കലെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ജീവനക്കാർക്കും ശമ്പളം താമസിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് അല്ലേ? എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത? മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു. പണം എത്തിയത് എന്തിന് എന്ന ചോദ്യം ചോദിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമില്ലേ? ആ പണം എത്തിയത് എന്തിന് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ മകൾക്കില്ലേ? അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കില്ലേ? ഇത്രയേറെ അഴിമതി കൊടികുത്തി വാണ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? വലിയ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ ധൂർത്തിന് എന്തെങ്കിലും ഒരു കുറവ് ഈ രാജ്യത്തുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മുഖ്യമന്ത്രി വരുന്ന വരവ് എങ്ങനെയാണ്? 10-36 കാറുകളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം വരുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലും തൊഴുത്തും പശുവൊക്കെ ഉണ്ട്. ഇവിടെ മാത്രം എന്താണ് ഇങ്ങനൊരു തൊഴുത്തും പശുവൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മാത്രം? അതുപോലെ തന്നെ PSCയെ ഇത്ര മാത്രം നോക്കുകുത്തിയാക്കിയ ഒരു ഗവൺമെൻറ് ഈ രാജ്യത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ MSM കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ച ഒരു കുട്ടി, ആ ഡിഗ്രി പഠനം പരാജയപ്പെട്ട് ഒരു പേപ്പർ പോലും കിട്ടാതെ പരാജയപ്പെട്ട കുട്ടി തൊട്ടടുത്ത വർഷം അതേ കോളേജിൽ MAക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് കോളേജുകളിൽ, ഏറ്റവും പ്രശസ്തമായ കോളേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾക്ക് ഇന്ന് പഠിക്കാൻ കുട്ടികളില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണമുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിന്റെ എല്ലാ പ്രതിസന്ധിക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും, സാമ്പത്തിക പരിമിതികൾക്കും, പ്രതിരോധത്തിനും എല്ലാം പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള നയം എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം കർഷകന് കിട്ടാതെ വന്നതുകൊണ്ടാണ് കുട്ടനാട്ടിലെ ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തത്. അപ്പം കേന്ദ്രം കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പോലും ജനങ്ങളിൽ നിന്നും തടഞ്ഞു വെക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ ആളുകൾക്ക് ആവശ്യം എന്താ? ഇവിടെ കിസാൻ സമ്മാൻ നിധി അടക്കം സാധാരണക്കാരന് ആനുകൂല്യം കിട്ടുന്ന സാഹചര്യം, സാധാരണക്കാരൻ്റെ സ്ത്രീകളുടെ അക്കൗണ്ടിൽ പണം എത്തുന്ന സാഹചര്യം, സാധാരണ സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായ സാഹചര്യം, ഇതെല്ലാം ഈ രാജ്യത്ത് രൂപപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ 2014 BJP അധികാരത്തിൽ കടന്നു വരാനുള്ള കാരണം അന്നത്തെ UPA ഗവൺമെൻറ്റിലുണ്ടായിരുന്ന ഏത് മന്ത്രി അഴിമതിപ്പെടാതിരുന്നത്? എല്ലാ മന്ത്രിമാരും അഴിമതിപ്പെട്ടിരുന്നു. ആദർശ് കുംഭകോണം, അതുപോലെ തന്നെ 2G സ്പെക്ട്രം അഴിമതി, ബ്രോഡ്ബാൻഡ് സ്കാം, അതിനോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, ഇവരെയൊക്കെ ED പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സുവേന്ദി അധികാരിയും അശോക് ചവാനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അവർ BJP ചേർന്ന് കഴിഞ്ഞാൽ ഒരു EDയും പിടിക്കത്തില്ല. താങ്കൾ 2004 UPA ഭരിച്ച UPA 1 വരാനുള്ള കാരണം ഇവിടെ നിന്നുള്ള ചെങ്ങറ അന്ന് അവിടെ ചെന്നിട്ടാണ്. പക്ഷെ അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇരുന്നു. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിരുന്നവരല്ല, BJPയിലോട്ട് പോകുന്നവരല്ല. നമ്മുടെ ഈ അഴിമതി എല്ലാ ഭരണത്തിന്റെ കാലത്തും അല്പസ്വല്പം അഴിമതിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ലോകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അത്ര കടുത്ത അഴിമതി, ആ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് താങ്കൾ സംസാരിക്കുന്നത്. മനസ്സിലാക്കണം. മുഖ്യന്റെ മകൾക്ക് കരിമണൽ കർത്താവായ വഴി
1 കോടി 72 ലക്ഷം രൂപ. കരുവന്നൂരിൽ തട്ടിച്ചത് 500 കോടി രൂപ. AI ക്യാമറയിൽ 132 കോടി രൂപ. 502 കോടി തട്ടിയെടുത്ത ഫോൺ അഴിമതി. സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു മിനിറ്റ് അല്ലല്ലോ, അവിടെ ഇരിക്കണം. അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിച്ചാൽ അത് പറയാനുള്ള സമയം കൊടു. ഒരു സെന്റൻസിൽ പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണൽ കർത്തയുടെ വകയായിട്ട് 1 കോടി 72 ലക്ഷം രൂപ കിട്ടിയത് എന്തിനാണ് സാറേ ഒന്ന് പറഞ്ഞതാ? കരിവന്നൂരിൽ CPM തട്ടിച്ച 500 കോടി രൂപ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് പറയൂ. AI ക്യാമറയിൽ 132 കോടി രൂപ തട്ടിച്ചത് ആരാണ്? പ്ലീസ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ശിവശങ്കർ ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാണോ ജയിലിൽ പോയി കിടക്കുന്നത്? കോവിഡ് കാലത്ത് PPE കിറ്റ് കൊടുത്തതിന്റെ പേരിൽ അഴിമതി നടത്തിയ ആളുകളല്ലേ നിങ്ങൾ? എന്നിട്ട് അഴിമതിയെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇത് പറയാനുള്ള അവകാശം നിങ്ങൾക്ക്? ഭായിയോം ബഹനവും അച്ചാദിനായക. നമുക്കറിയാം, ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപ തിരിച്ചു കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ നമ്മളുടെ എല്ലാവരുടെയും പോക്കറ്റിലിട്ട് തരുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല. പിന്നീട് പെട്രോളിന് 50 രൂപയാക്കുമെന്ന് പറഞ്ഞാൽ അത് ലഭിച്ചില്ല. ഡീസലിന് വില കുറയ്ക്കൊന്നും ലഭിച്ചില്ല. ഗ്യാസിന് ലഭിച്ചില്ല. കർഷകർക്ക് MSP, അതായത് അവർക്കുള്ള താങ്ങുവില കിട്ടിയില്ല. അങ്ങനെ ഈ ഗ്യാരണ്ടി, ഇത്രയും വർഷം കൊടുത്ത ഈ ഗ്യാരണ്ടി ഇനിയും കുറച്ച് ഗ്യാരണ്ടികൾ തന്നിട്ടുണ്ട്. ഇതിനു മുൻപുണ്ടായിരുന്ന 50 വർഷക്കാലത്തെ ഭരണത്തിലൂടെ രാജ്യമുണ്ടായ കടക്കണിയും ബാധ്യതയും പിന്നോട്ടടിക്കലിനും പരിഹാരമുണ്ടായി എന്നതാണ് BJPയുടെ ഭരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ റോഡ് വികസനത്തിലൂടെ മാത്രമല്ല, ഇവിടുത്തെ കിസാൻ സമ്മാൻ നിധി എന്ന സാധാരണക്കാരുടെ അക്കൗണ്ടിലടക്കം, വനിതകളുടെ അക്കൗണ്ടിൽ, വഴിയോര കച്ചവടക്കാരുടെ അക്കൗണ്ടിൽ, ഈ നാട്ടിലെ ധാരാളം പിന്നോക്കം നിൽക്കുന്ന ആവശ്യമുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ടിൽ ഇന്ന് ധനം കിട്ടുന്ന സാഹചര്യം നരേന്ദ്രമോദി സൃഷ്ടിച്ചു കഴിഞ്ഞു. അവർക്ക് ബോധ്യമുണ്ട്. കൊല്ലം ചെങ്ങന്നൂർ വേണാട് സർവീസ് അദ്ദേഹം ആരംഭിച്ചു. ഐക്യ ജനാധിപത്യ ആ ബസ് സർവീസുകളൊന്നുമില്ല. രാത്രിയിൽ ഉള്ള സർവീസുകൾ ഒന്നുമില്ല. കോവിഡിന്റെ പേരും പറഞ്ഞ് ബസ് സർവീസുകൾ കൊണ്ടുവന്ന വികസനങ്ങൾ പലതും ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് LDF ഗവൺമെന്റ്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഇന്ത്യ വരുമെന്ന് പറഞ്ഞപ്പം ഞാനതാ മെസ്സേജ് എടുത്ത് നോക്കിയത്. കോൺഗ്രസ്സുകാർ നൽകിയ മെസ്സേജ് തന്നെ ആയിരക്കണക്കിനാക്കുക ഇങ്ങനെതിരെ പറയാനായിട്ട് എന്ത് പറ്റും? അത് മൊത്തം വായിക്കാൻ പറ്റുന്നുണ്ട്. വാഗ്ദാന ലംഘനത്തിന്റെ കണക്കുകൾ പറയാൻ ഇന്നൊരു ദിവസം പോരാ. ചെങ്ങറ പിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞു. എന്നോട് വന്നാൽ ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ചെങ്ങറയുടെ പേരുണ്ട് അവിടെ. അവിടെ ഉണ്ട്. അവിടെ കൊഴുതുള്ള പേരില്ല. ദാണ്ട് ഇവിടെ ഞാൻ പറഞ്ഞുതരാം. റെയിൽവേ സ്റ്റേഷനിൽ അവർ പറയട്ടെ. എങ്ങുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചു തരാമോ? മതി. റെയിൽവേ സ്റ്റേഷനിൽ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ ചെങ്ങറ പേരുണ്ട്. തൊട്ടപ്പുറത്തോട് പോയി കഴിഞ്ഞാൽ നമ്മുടെ താലൂക്ക് ആശുപത്രി, അവിടെ MP-യുടെ ഫണ്ട് കൊടുത്ത ചെങ്ങറ പേരുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കൊട്ടാരക്കര പരിസരത്ത് എവിടെയെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് MP-യുടെ ഫണ്ട് വിനിയോഗിച്ച് കൊടുത്ത് ഉള്ള കഥ പറയാൻ പറ്റുമോ? ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതില്ല എന്നുള്ള യാഥാർത്ഥ്യം പറയുമ്പോൾ നിങ്ങൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തരുത്. ദയവേത് അങ്ങനെ വരരുത്. ഇവിടെ നിങ്ങളുടെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആരും ബഹളം വെക്കാൻ വരുന്നില്ല. ഒന്നും പറയാം. എത്രയോ കള്ളക്കഥ പറഞ്ഞിരിക്കുക. ഈ ചെറുപ്പണ ചടക്കം പോലെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുക. UDF-നെ സംബന്ധിച്ച് വേറെ ഒന്നും പറയാനില്ല. വീണ്ടും വീണ്ടും പണ്ട് മുതലേ കേൾക്കുന്ന കാര്യങ്ങൾ. പത്തനാപുരത്തെ റബ്ബർ പാർക്ക് 2000 ആളുകൾക്ക് പ്രത്യക്ഷമായും 3000 ആളുകൾക്ക് പരോക്ഷമായും ജോലി കൊടുക്കുന്ന പത്തനാപുരത്തെ റബ്ബർ പാർക്ക് കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്നതല്ലേ? മാവേലിക്കരയെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്? മാവേലിക്കര പാർലമെന്റ് അസംബ്ലി മാഡം, കൊട്ടാരക്കരയിലെ നവോദയ സ്കൂള് കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്നല്ലേ? അടൂരെ കേന്ദ്രീയ വിദ്യാലയം കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്നല്ലേ? ചെങ്ങന്നൂര് പാസ്പോർട്ട് കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്നല്ലേ? ഈ പ്രദേശത്തെ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ള തുക എത്ര വലുതാണ്? ഈ പ്രദേശത്തെ സ്കൂളുകൾക്ക് കെട്ടിടം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള ഫണ്ട് എത്ര വലുതാണ്? താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി വെന്റിലേറ്റർ സൗകര്യം കൊടുത്തിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിക്ക് വെന്റിലേറ്റർ സൗകര്യം കൊടുത്തിട്ടുണ്ട്.
അവിടെ ഓക്സിജൻ വെറുതെ പറയാതെ അതിനുവേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. മാധു, ഞാൻ പറഞ്ഞ സ്ഥലപ്പേരെടുത്ത് പറയരുത് ദയവേത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ വികലമായ സാമ്പത്തിക നയം മൂലം ഇന്ത്യയിലെ ജനങ്ങൾ തെണ്ടി കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഒരു വസ്തുതയാണ്. ഒരുപാട് വാരിക്കോരി കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരു ചോദ്യം മാത്രം ചോദിക്കട്ടെ. ഈ നോട്ട് പിൻവലിക്കൽ, 500-ന്റെ 1000-ന്റെ നോട്ട് പിൻവലിക്കൽ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായ ഒരു ഗുണം സാറെന്ന് പറഞ്ഞേക്കുള്ളൂ, ഒരേ ഒരു ഗുണം. അല്ല, നോട്ട് പിൻവലിക്കൽ കൊണ്ട് ദോഷമുണ്ടായത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധാരാളം ദോഷമുണ്ടായി. അല്ല പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരടക്കം ഇപ്പൊ കരുവന്നൂരിലടക്കം കാര്യങ്ങൾ പുറത്തു വന്നത് നോട്ട് പിൻവലിക്കലിന്റെ പരിണിത ഫലമായിട്ടാണ്. നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തകർന്നുപോയ സഹകരണ സ്ഥാപനം കേരളത്തിലുണ്ടോ പറയൂ? നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെ ഉണ്ടായ അതിന്റെ സാമ്പത്തിക ഗുണവശമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കാര്യം അടക്കം ഇന്ന് ഭാരതം അനുഭവിക്കുന്ന സാമ്പത്തിക സുസ്ഥിരതയുടെ അടിസ്ഥാനമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കിയ നോട്ട് നിരോധനം. അതിനെ തുടർന്ന് ഇവിടുത്തെ അഴിമതിക്കാരെ, കള്ളപ്പണക്കാരെ പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കുന്ന നടപടികൾ അവിടെ തുടങ്ങി. അല്ല, ഗൂഗിൾ പേ അടക്കം ഈ നാട്ടില് ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായി. ഡിജിറ്റൽ വിപ്ലവം നോട്ട് നിരോധനത്തിന് ശേഷമല്ലേ? സുഹൃത്തെ, കഴിഞ്ഞ 7 വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ്, ജനങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇവിടുത്തെ കാർഷിക മേഖലയിലെ എന്തൊക്കെയാണ് അവസ്ഥ, അതേപോലെ തന്നെ പൊതുമേഖലയിൽ, അതായത് ഇവിടുത്തെ നമ്മൾ പറയുമ്പോൾ ഭക്ഷ്യ സംരക്ഷണത്തെ സംബന്ധിച്ച് എന്താണ് വ്യവസ്ഥ, ഓരോന്നിനെ കുറിച്ചും താങ്കൾ അത് വിശദമായിട്ടൊന്ന് പറയണം. കഴിഞ്ഞ 7 വർഷക്കാലം മുമ്പ് പിണറായി വിജയൻ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് 600 രൂപയുടെ സാമൂഹ്യ പെൻഷൻ 26 മാസക്കാലം കുടിശ്ശികയുണ്ടായിരുന്നു. നാഷണൽ ഹൈവേ വികസനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഗെയിൽ പൈപ്പ് പദ്ധതി വലിയ പ്രശ്നമായിരുന്നു. അറിയാമല്ലോ, ഉണ്ടാക്കലിരിക്കുന്നേ, ഉണ്ടാക്കൽ ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ, ചോദ്യവും നിങ്ങൾ തന്നെ, ഉത്തരവും നിങ്ങൾ തന്നെ. അപ്പൊ അതെല്ലാം പരിഹരിക്കപ്പെടണമെന്ന് ഉദ്ദേശം അടിസ്ഥാനത്തിൽ വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ പോയാൽ, ഒന്ന്, പെൻഷൻ 600 ഉണ്ടായിരുന്നത് 1600 വർദ്ധിപ്പിച്ചു. ഇതുവരെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ, നിങ്ങൾ രാഷ്ട്രീയം പറയാൻ നിൽക്കുക, അത് കുടിച്ചു കൊടുത്ത് ജനത്തിന് പ്രശ്നമല്ല. 4 മാസക്കാലത്തെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങളെന്താ പോയേ? അല്ല, നിങ്ങളുടെ കാലത്ത്, UDF-ന്റെ കാലത്ത് വളരെ സുഭിക്ഷമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെന്താ പോയേ? UDF-ന്റെ കാലത്ത്, നിങ്ങളുടെ കാലത്ത് ജനങ്ങൾ സുഭിക്ഷരായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ പോയത്? നിങ്ങൾ പോയി എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത രീതിയിൽ കേരള ജനങ്ങൾ നിങ്ങളെ ആട്ടിപ്പായിച്ചു വിട്ടത് ഇത്ര സമീപനം കൊണ്ടാണ്. ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല, കേരളത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് മുമ്പ് ആരവിടെ സർക്കാർ ജീവനക്കാരും ചോദിക്കാൻ കേട്ടു, മുമ്പ് സർക്കാർ ജീവനക്കാരെ ചോദിക്കാൻ കേട്ടു കേട്ടോ മാധു, സർക്കാർ ജീവനക്കാരെ ഇവിടെ ചോദിച്ചു. സെക്രട്ടേറിയറ്റ് അടച്ചിട്ട ഭരണമാണ് നിങ്ങളത്. ഏതാ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് അടച്ചിട്ട ഭരണമാണ് നിങ്ങളത്. സർക്കാർ ഓഫീസ് അടഞ്ഞു കിടന്നാൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ഇപ്പോഴും ജീവനുള്ള പറയാം AK ആന്റണി. മരിച്ചു പറഞ്ഞ ശരിയല്ലല്ലോ. ആഫീസ് അടച്ചിട്ടു, സർക്കാർ ജീവനക്കാരന് പണം കൊടുക്കുന്നത് കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്ന പ്രഖ്യാപിക്കുന്നതിന്റെ പേരാണ് AK ആന്റണി. സർക്കാർ ജീവനക്കാരന് ശമ്പളം കൊടുക്കുന്നതിന്റെ പേരിൽ കേരളം മുന്നോട്ട് പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ പേരാണ്, മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ AK ആന്റണി. ട്രഷറി പറഞ്ഞില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന ചെറുകിട റബ്ബർ ഒരുപാട് കാര്യം പറയാനുണ്ട്. കേക്കട്ടെ, ചെറുകിട റബ്ബർ കർഷകർക്ക് 10 ലക്ഷത്തോളം വരുന്ന ചെറുകിട റബ്ബർ കർഷകർക്ക് ഞാൻ ഉമ്മൻചാണ്ടിന്റെ പേര് പറയാതിരുന്നത് മരിച്ചു പോയതുകൊണ്ടാ. മരിച്ചു പോയ ദോഷം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ ദോഷം പറയാതിരിക്കാൻ വിലസ്ഥിരത ഫണ്ട് ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട റബ്ബർ കർഷകർക്ക് അനുവദിച്ചിരുന്നു. അന്ന് 500 കോടി രൂപ ഈ സംസ്ഥാനത്ത് ചെലവാക്കി റബ്ബർ കർഷകർക്ക്. നിങ്ങൾ ഇവിടെ കൂട്ടിയിട്ട് 32 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇവിടുത്തെ കർഷകർക്ക് കൊടുത്തത്. കേരളത്തിന്റെ മാവേലി സ്റ്റോറിന്റെ അവസ്ഥ എന്താണ് സാർ? നികുതി വർധനവിന്റെ അവസ്ഥ എന്താണ്? മരിച്ച ആളെ പറഞ്ഞേ പറ്റുമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം.
അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർ അങ്ങനെയുള്ള വർത്താനം ഇങ്ങോട്ട് വേണ്ട, അമ്മാര് വർത്താനം വേണ്ട, കൈ ചൂണ്ടി ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട. നമുക്കറിയാം, കുറെ കാലം പറയാന്നറിയില്ലയോ, ഒന്നും വേണ്ട, അത് നമ്മൾ അംഗീകരിക്കാൻ പോകുന്നില്ല, വേണ്ട. ഉമ്മൻചാണ്ടിന്റെ കാലത്താണ് വയനാട്ടിലെ ചാക്കോ, വയനാട്ടിലെ ലില്ലി, പേര് പറഞ്ഞോ ഇനി, അയാൾ തന്നെ ചോദ്യം ചോദിക്കും, ബഹളം വെക്കും, എന്ത് ചെയ്യാൻ പറ്റും? പ്രായം ഇത്ര ആവുകയും ചെയ്തു. നിങ്ങളുടെ ചോദ്യം അങ്ങോട്ട് അവരോടാണ്, അവരുടെ ഉത്തരം ചേട്ടാ 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 ചേട്ടാ. നമ്മളെ UDF-കാർക്ക് ബഹളോ വേണ്ട, നമുക്കതല്ലല്ലോ. അടുത്തൊരു മാസം ഇപ്പൊ മാവേലി സ്റ്റോറിന്റെ കാര്യം പറഞ്ഞു. ഈ UDF-ന്റെ കാലത്ത് എന്തുവാണ് സ്ഥിതി? അന്ന് പട്ടിയും പ്രസവിക്കുമായിരുന്നു, അന്ന് പട്ടി ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ പറഞ്ഞ കാര്യം അതല്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം പോയി നോക്കണം, ഇവിടെ പറഞ്ഞ നിങ്ങൾ ഈ പറയുന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രംഗത്തുണ്ടായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ളതെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. മാവേലി സ്റ്റോറിൽ പോന്നു. ഹൈക്കോടതി കാര്യം ഇനി പറയിപ്പിക്കുന്നതിനെ കൊണ്ട് ഹൈക്കോടതി ഉമ്മൻചാണ്ടിയും ആന്റണിയും എത്ര തവണ പറഞ്ഞ രാജിവെക്കാൻ പറഞ്ഞ, നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞ മുഖ്യമന്ത്രിമാരാ നിങ്ങളുടെ മുഖ്യമന്ത്രി. ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളുള്ളപ്പോൾ ഇത്തിരി പ്രയാസം മാവേലി സ്റ്റോറിൽ ഉണ്ടായി. പക്ഷേ നിങ്ങൾ പോകുന്നവരാണോ? നിങ്ങൾ മാവേലി എത്താനായി മാവേലി സ്റ്റോറിൽ പോകാത്തവര് സപ്ലൈകോ സ്റ്റോറിൽ വരുവാ. ഇത് രാഷ്ട്രീയം അവർക്ക് വേണ്ടത്. ഞാൻ പറയാം യഥാർത്ഥ കാര്യം, കണക്ക് വെച്ചാൽ പറയുന്നത്, യഥാർത്ഥ കാര്യം പറയുക, അല്ല ഉത്തരം മുട്ടി പറയല്ല. അപ്പോൾ അത് ആ പ്രശ്നം പരിഹരിച്ച് ഇന്ന് എന്റെ കൂടെ ഏത് സുഹൃത്തുക്കൾ വന്നാലും കൊണ്ടുപോയി മാവേലി സ്റ്റോറി ഞാൻ കാണിക്കാം. BJP-യുടെ പ്രതിനിധിയോട് ചോദ്യം ചോദിക്കാൻ ഇരുന്നാണ്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ കാലാകാലങ്ങളിൽ വോട്ട് വിറ്റ് അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് വിറ്റ് കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പ്രതിനിധിയോടുള്ള ചോദ്യം. വോട്ട് വിറ്റ നിങ്ങൾ പറ, നിങ്ങൾക്കല്ലേ അറിയാവുന്നേ വോട്ട് വിറ്റ ആളുകൾ ആരാ? നടുക്ക് നിൽക്കുന്ന കോൺഗ്രസ്സുകാരനെ ഇടത്തുനിന്ന് വോട്ട് എറിഞ്ഞു കൊടുക്കുന്നത് നിങ്ങളാ, ഞങ്ങളല്ല. എന്റെ ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. ഇവിടെ കഴിഞ്ഞ 15 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ചോദിച്ചപ്പോൾ 2 വികസന പ്രവർത്തനങ്ങളുടെ പേരാ പറഞ്ഞത്. ഒന്ന് റബ്ബർ പാർക്ക്, 2 ESI. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് പറയുന്നതൊന്ന് കേക്ക് നിങ്ങള്. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം ചോദിക്കുകയാണ്. ആ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ അത് പറയുമ്പോൾ കൂട്ടത്തിൽ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഹൈമാസ്കിന് വേണ്ടി എവിടെയെങ്കിലും ഒരു മന്ത്രിയെ നിയമിക്കുകയാണെങ്കിൽ ആ മന്ത്രിയുടെ പേര് കൊടിക്കുന്നിൽ സുരേഷ് എന്നായിരിക്കും. വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഒരു മിനിറ്റ്, ഇവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇവിടെ നടന്നു. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കിയാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അംഗീകരിക്കാമെന്ന് പറഞ്ഞ ഒരു BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് അവിടെ മത്സരിക്കുന്നുണ്ട്, വയനാട് മത്സരിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. ഇതെല്ലാം നടപ്പിലാക്കിയതാണ്. മുഖ്യമന്ത്രിയെ അംഗീകരിക്കുകയല്ല, മുഖ്യമന്ത്രിയെ അധികം താമസിയാതെ ഡൽഹിയിൽ ഒരാൾ തീഹാർ ജയിലിൽ കിടപ്പുണ്ട്. അതേപോലെ കേരളത്തിൽ പൂജപ്പുര ജയിലിലേക്കായിരിക്കും മുഖ്യമന്ത്രി അയക്കുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പൂജപ്പുര ജയിലിലേക്ക് അയക്കും. ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ ക്ഷമയോടുകൂടി ആ ഉത്തരം കേൾക്കാൻ തയ്യാറാകണം. കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തിട്ടുള്ള വികസനത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചെങ്ങന്നൂരിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്നതാണ്. കൊട്ടാരക്കരയിലെ SC/ST കോടതി കൊടിക്കുന്നിൽ സുരേഷ് കൊണ്ടുവന്നതാണ്. സൂര്യനാട് വടക്ക്, കിഴക്കേ കല്ലട, മൈനാപ്പള്ളി, പോരുവഴി, വിളക്കുടി, പത്തനാപുരം, ചെങ്ങന്നൂർ, കുട്ടനാട്, മാവേലിക്കര, വെട്ടിക്കവല, ചങ്ങനാശ്ശേരി എന്നീ ആശുപത്രികൾക്ക് ആംബുലൻസ് കൊടുത്തത് കൊടിക്കുന്നിൽ സുരേഷാണ്. ഇതെല്ലാം നരേന്ദ്രമോദിയുടെ ഭരണം വരുന്നതിന് മുമ്പ് കൊടിക്കുന്നിൽ ഭരണം വരുന്നതിന് മുമ്പായിട്ട് ഈ കേരളത്തിൽ കൊണ്ടുവന്ന വികസനം പറയാൻ കൊടിക്കുന്നിൽ സുരേഷിന്റെ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. ശരി, ഈ സമയത്തല്ലേ വേണുഗോപാൽ പറയും. ശ്രീ വേണുഗോപാൽ പറയും.
നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കല്ലേ പ്ലീസ്. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഒന്ന്, ഈ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ അതോ നിങ്ങൾ മറ്റാരെങ്കിലും പിന്തുണയ്ക്കുമോ? ഒരു കാര്യം പറയാം, ഈ രാജ്യം ഇനിയും BJP ഭരിക്കാതിരിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അതിന്റെ കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണം, സ്വൈര്യമായി നാട്ടിൽ ജീവിക്കാൻ BJP ഭരിക്കരുത് എന്നുള്ളതാണ് തീരുമാനം. 2014 നിങ്ങൾ പറഞ്ഞ കാര്യമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ 2014 BJP ഭരിക്കുമ്പോ LK അദ്വാനിയായിരുന്നു പ്രധാന സ്ഥാനാർത്ഥി. 2014 BJP ഭരിക്കാൻ പോകുന്ന അവസരത്തിൽ പറഞ്ഞത് LK അദ്വാനിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ആയതാരാ? മോദിയാ. ഭീഷണിയൊന്നും വേണ്ട, ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട, നടക്കുന്ന കാര്യമൊന്നുമില്ല. താങ്കൾ പറയുന്നുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? നിലവിലെ സാഹചര്യം എന്താണ്? കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ ആകെ സീറ്റ് എന്ന് പറയുന്നത് 303 സീറ്റാണ്. കേവല ഭൂരിപക്ഷത്തിന് 31 സീറ്റുകൾ മാത്രം അകലെയാണ് അവർക്ക് നിൽക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ 25-ൽ 25 സീറ്റും BJPക്കാണ് കിട്ടിയത്. മധ്യപ്രദേശിൽ 29-ൽ 28 സീറ്റും BJPക്കാണ് കിട്ടിയത്. ഛത്തീസ്ഗഡിൽ 11-ൽ 8 സീറ്റും BJPക്കാണ് കിട്ടിയത്. ഏകദേശം 65-ൽ 61 സീറ്റും BJPക്കാണ് കിട്ടിയത്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 4 സംസ്ഥാനങ്ങളിലും 41% വോട്ട് ഷെയർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. ആ 41% വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിക്ക് ഈ തവണ അവിടെ 35 മുതൽ 40 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞില്ല. കർണാടകത്തിൽ 28-ൽ 25 സീറ്റും കിട്ടിയത് കഴിഞ്ഞത് BJPക്കാണ്. ഇന്ന് കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധരാമയ്യയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. അവിടെ വലിയ ഭൂരിപക്ഷം നമുക്ക് കിട്ടും. കഴിഞ്ഞ തവണ ഡൽഹിയിൽ 7-ൽ 7 സീറ്റും കിട്ടിയത് BJPക്കാണ്. ഇന്ന് ജയിലിൽ കിടക്കുന്ന കേജ്രിവാളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്ന് അവിടെ ഇന്ത്യ മുന്നണിയായി ഭരിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ വലിയ സീറ്റുകൾ കിട്ടും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും BJP കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആണയിട്ട് അടിവരയിട്ട് അക്കമിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് കൃത്യമായിട്ട് 40 സീറ്റ് തികച്ചു പിടിക്കാൻ ശേഷിയില്ലാത്ത കോൺഗ്രസ് സംസാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിപ്പിക്കാൻ വേണ്ടിയാണ്. ആ രാഹുൽ ഗാന്ധിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വന്നു. അപ്പൊ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത് 40 സീറ്റ് തികച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത കോൺഗ്രസ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് BJP ഇവിടെ ചോദ്യം ഉണ്ടായി. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. അതായത് അവരോട് ആ തരം ഒരു ചോദ്യം ചോദിച്ചതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാരണം അവർ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഈനാം വെച്ചിയോ മരപ്പെട്ടിയോ ചിഹ്നമാകരുത് എന്ന് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ ആ ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നവരോട് ആ തരം ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് എനിക്ക് ചോദ്യം ചോദിക്കാനായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു മുൻപെന്നത്തെക്കാളും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ശമ്പളം കൊടുക്കാൻ സർക്കാരിന് ഖജനാവിൽ പണമില്ല, പെൻഷൻ കൊടുക്കാൻ പണമില്ല, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല, മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളില്ല, ആശുപത്രികളിൽ മരുന്നില്ല, ഇതൊക്കെ സഹിക്കാം. അവസാനം കണ്ണൂരിൽ ബോംബുണ്ടാക്കി ജനങ്ങളെ നശിപ്പിക്കുകയാണോ നിങ്ങളുടെ ആത്മവിശ്വാസം? വേറെ ഒരു രാഷ്ട്രീയം പറയാനില്ലാരും ഇങ്ങനെയുള്ള വർത്തമാനമായിട്ട് വരുക. അത് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ആ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കേസെടുക്കുന്നു, അത് അവിടെ ക്രമം പോകുന്നുകൊണ്ടിരിക്കുക. ഇത് കൃത്യമായി നടന്നുകൊണ്ടിരുന്ന കാര്യം ഇവിടെ. പിന്നെ ഈ പറയുന്ന അക്രമത്തെ പ്രതികളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഒന്നും പറയണ്ട ഇങ്ങോട്ട്. സാറേ സാറേ ഒരു മിനിറ്റ്, ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് ബോംബ് സ്ഫോടനം ആയിരുന്നില്ല, ബോംബാക്രമണത്തിൽപ്പെട്ട ആളുകൾക്ക് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. നിങ്ങൾക്ക് ഇത് തന്നെ പറയാനുള്ളൂ. 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളെയും അടക്കം മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരെയും എല്ലാം തന്നെ ജയിലിലാക്കുമെന്ന് പറഞ്ഞ്
കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി സംസ്ഥാന ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മകളിൽ കഴുകനെ പോലെ ഇഡിയും എൻഫോഴ്സ്മെന്റും എല്ലാം പറന്നിറങ്ങിയിട്ട് ഞാനത് പറയട്ടെ ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പേരിലോ കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മന്ത്രിയുടെ പേരിൽ ഒരു FIR എങ്കിലും ഇടാൻ നിങ്ങൾക്ക് സാധിച്ചോ? കേന്ദ്ര സർക്കാരിന് സാധിച്ചോ? കേരളത്തിന് സാധിച്ചോ? നിങ്ങൾ 2G സ്പെക്ട്രത്തിന്റെ പേരിൽ കോൺഗ്രസുകാർ ജയിലിൽ കിടക്കുമ്പോ രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ദുർഗന്ധപൂരിതമാർന്ന എണ്ണം പറഞ്ഞ അഴിമതിയുടെ കെട്ടുപാടുകളിൽ കിടന്നുകൊണ്ട് കോൺഗ്രസ് തകർന്നടിച്ചതാണ് BJP രാഷ്ട്രീയപരമായ അധികാരത്തിലേക്ക് വന്ന ചവിട്ടുപടി എന്ന്. ഞങ്ങളും വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്ന ഒരു കേസാണിത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്, മറ്റൊരു മുഖ്യമന്ത്രി ജയിലിലാണ്. എന്തുകൊണ്ട് പിണറായി വിജയൻ ജയിലിലാകുന്നില്ല എന്നുള്ളത് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമാണ്. ഇതിനകത്ത് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിൽ വളരെ കൃത്യമായ ഉത്തരവുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ മല്ലികാർജ്ജുന ഖാർഗെയോട് ചോദിച്ചപ്പോൾ രാത്രി ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഒരുപാട് രാത്രികൾ കഴിഞ്ഞു. എന്താണ് കോൺഗ്രസിന്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട്? അടിപൊളിയോ ചെയ്യരുത്. നിങ്ങൾ ഇങ്ങോട്ട് പോവാ. പൗരത്വ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ എന്ത് സംശയമുള്ളത്? ഒരു മനുഷ്യൻ ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ യാത്ര ചെയ്ത് സംസാരിച്ച ഇതിനെക്കുറിച്ചല്ലേ? ഈ രാജ്യം മുഴുവൻ യാത്ര ചെയ്ത് സംസാരിച്ച ഇതിനെക്കുറിച്ചല്ലേ? NK പ്രേമേന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള MP-മാർ ഇതിനെക്കുറിച്ചല്ലേ പാർലമെന്റിൽ സംസാരിച്ചത്? ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ 8ാമത്തെ പേജിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള എല്ലാ നിയമങ്ങളും ഇല്ലാതാക്കുമെന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ലേ? പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് സംശയം? രാഹുൽ ഗാന്ധിയെ പോലെ പൗരത്വ ഭേദഗതിക്കെതിരെ ഇത്ര ശക്തമായി സംസാരിച്ച മറ്റേത് നേതാവാണ് ഇന്ത്യയിലുള്ളത്? ഏതൊരു നേതാവാണ് സംസാരിച്ചിട്ടുള്ളത്? APCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് നിങ്ങളോട് പറയേണ്ട കാര്യമാണെന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ പറയാൻ പ്രയാസമുണ്ട്. ചില നിങ്ങൾക്ക് പ്രീണിപ്പിക്കണം. ഒരു മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ട്. വളരെ വ്യക്തമായി ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി ഈ പ്രേരണപത്രയിൽ ഇല്ല. അല്ല ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ അഭയാർത്ഥികളായി ഇന്ത്യയിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അടക്കം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഹിന്ദുക്കൾക്ക് പൗരത്വം ഇവിടെ കൊടുക്കണോ വേണ്ടയോ? ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ സമുദായക്കാർക്കും കൊടുക്കണമെന്നാണ് കോൺഗ്രസ്. എല്ലാ സമുദായക്കാർക്കും പൗരത്വം കൊടുക്കുന്നതിനെ നിങ്ങൾ എന്തിനു എതിർക്കുന്നു എന്നതിന് മറുപടി പറയണം. ആ പൗരത്വം കൊടുക്കുന്ന നടപടി ഭാരതത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരേ അവകാശമാണ്. അത് ജാതിയുടെയോ മതത്തിന്റെ പേരിൽ പൗരത്വം ലഭിക്കാനുള്ള അവകാശം ഒരാൾക്ക് നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭാരതത്തിലേക്ക് കടന്നു വരുന്ന ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളതാണ്. ഭാരതത്തിന് വെളിയിൽ നിന്ന് വരുന്നവർക്കാണ് ഇവിടെ പൗരത്വം കൊടുക്കുന്നത്. വരുന്ന ഹിന്ദുക്കളെ എന്തിനു ഒഴിവാക്കണം? ഞാനേ ഈ ഇന്ത്യയിലൊരു പൗരനാണ്. എൻ്റെ ചരിത്രത്തെ വളച്ചൊടിക്കപ്പെടുന്നു, എൻ്റെ നിയമസംഹിതയെ വികലമാക്കുന്നു, എൻ്റെ വിദ്യാഭ്യാസ മാതൃകയെ ചോദ്യം ചെയ്യപ്പെടുന്നു, എൻ്റെ സ്ഥലപ്പേര് തന്നെ മാറ്റപ്പെടുന്നു. അതിൻ്റെ ചേതോവിഹാരം എന്താണ്? അതെന്താണ്? രാഷ്ട്രീയ ഇച്ഛയില്ല എന്ന് പറഞ്ഞാൽ അത് കാപട്യമാണ്. അതിനെക്കുറിച്ച് സത്യസന്ധമായി കേന്ദ്ര ഗവൺമെന്റിനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് എന്ത് പറയാൻ പറ്റും? വിദേശ ശക്തികൾ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണത്തിന് വന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ മാറ്റി എഴുതിയ ആ തരമുള്ള കാര്യങ്ങളെ തിരുത്തി എഴുതാൻ ഇന്നത്തെ സർക്കാർ തയ്യാറാവുന്നുണ്ട്. അത് ഈ രാജ്യത്തെ സംസ്കാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള ആ തരം നടപടികൾക്ക് തിരുത്തൽ വരുത്തുക എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത്
ദേശീയതയുടെ പേരിൽ അധികാരത്തിൽ വന്ന, ഭാരത ദേശീയതയുടെ പേരിൽ അധികാരത്തിൽ വന്ന NDA സർക്കാരിൻ്റെ കടമയാണ്. അത് ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കാനുള്ളത്, നിങ്ങൾ ദേശീയ തലത്തിൽ ഭാരതത്തിൽ LDFും UDFും അതായത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പരസ്പരം വിവാഹിതരായവരാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. പിന്നെ എന്തുകൊണ്ട് മാത്രം കേരളത്തിൽ മാത്രം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അവിഹിത ബന്ധം തുടർന്നുകൊണ്ട് ഈ തരത്തിൽ നാടകം കളിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നു? നിങ്ങൾ അതിനുള്ള വ്യക്തമായ മറുപടി പറയണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഇന്ത്യ മുന്നണിയുടെ ചുമതലയിലുള്ള ഭരണം വരുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ത്യ മുന്നണി അതിനുവേണ്ടി ക്രമീകരിക്കുന്നത്. അതിനുമായി ആര് പിന്തുണ നൽകിയാലും, വർഗീയ കക്ഷികളല്ലാത്ത ആര് പിന്തുണ നൽകിയാലും ആ പിന്തുണ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സമീപനം. ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തിട്ടുണ്ട്. VP സിംഗിന്റെ കാലഘട്ടത്തിൽ നിങ്ങളും ഇങ്ങനെ പിന്തുണ നൽകിയിട്ടുണ്ട്. VP സിംഗിന്റെ ഗവൺമെന്റിന് അപ്പുറത്ത് നിന്ന് പിന്തുണ നൽകിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അങ്ങനെയുള്ള ഗവൺമെന്റ് നിങ്ങളും ഭരിച്ചിട്ടുണ്ട്. ഇത് പുതിയ സംഭവമല്ല. ഇവരൊരുമിച്ച് ഭരിക്കാൻ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, LDF വരും എല്ലാം ശരിയാകും. എന്താണ് ഇവിടെ LDF ശരിയാക്കിയത്? ആശുപത്രികളിൽ മരുന്നുണ്ടോ? സാധാരണക്കാരായ അമ്മമാർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടോ? KSRTC ജീവനക്കാർക്ക് ശമ്പളമുണ്ടോ? പെൻഷൻ ഉണ്ടോ? സമസ്ത മേഖലകളും തച്ചുടച്ചല്ലേ LDF ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്? ശരിയാക്കിയത് മുടങ്ങിക്കിടന്ന ഹൈവേ വികസനം പൂർത്തിയാക്കി. വീടില്ലാത്ത 5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു. 2 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു. ക്ഷേമ പെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നു. 600 ഉണ്ടായിരുന്നു 1600 ആക്കി. വ്യാവസായ രംഗത്ത് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ആരംഭിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമോദ്ധതി ഏർപ്പെടുത്തി. ഏറ്റവും മെച്ചപ്പെട്ട ഗവൺമെന്റ് സംവിധാനമാണെന്ന് നീതി ആയോഗ് കണ്ടെത്തുന്ന നിലയിലേക്ക് സംവിധാനത്തെ മാറ്റിയെടുത്തു. കൊടിക്കുന്ന് സുരേഷ് അടക്കം മുടക്കി കിടന്ന കുട്ടനാട് പാക്കേജ് 2ാം പാക്കേജായി. കുട്ടനാട് പാക്കേജിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടിക്കുന്നിൽ സുരേഷാണ്. കുട്ടനാട് പാക്കേജിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിയായിരിക്കുമ്പോൾ മുടങ്ങിപ്പോയത് 2ാം പാക്കേജായി പിണറായി വിജയൻ കൊണ്ടുവന്ന് പദ്ധതി നടപ്പിലാക്കുന്നു. കഴിഞ്ഞ 5 വർഷം കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഈ MP കേരളത്തിലെ 20 MPമാരുടെ പ്രാദേശിക വികസന ഫണ്ടിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തുക പാഴാക്കിയ കെടുകാര്യസ്ഥതയുടെ പര്യായമാണ്. മറുപടി എന്താണ്? ഞാൻ അതിന്റെ ഉത്തരം പറയാം. ചോദിച്ചില്ലേ, പറയട്ടെ. ഞാൻ അതിന്റെ ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം, MPയുടെ ഫണ്ട് ലാപ്സ് ആവുകയില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് സ്പിൽ ഓവറായിട്ട് അടുത്ത വർഷം വിനിയോഗിക്കാം. ലാപ്സ് ആയി പോവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ഫണ്ട് ലാപ്സ് ആയി പോയി എന്ന് പറഞ്ഞൊരു വാർത്ത പത്രത്തിൽ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ആ പത്രം അതിന് തിരുത്തു കൊടുത്തത് നിങ്ങൾ കണ്ടു കാണും. മാതൃഭൂമി പത്രം അതിന് തിരുത്തു കൊടുത്ത് നമ്മൾ കണ്ടു കാണും. 3, അതിനുശേഷം അദ്ദേഹം ഈ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളോടും എൻ്റെ ഫണ്ട് പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാമെന്ന് പറഞ്ഞു. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അനാവശ്യമായി ഇങ്ങനെ വന്നു നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ത് കാര്യമുള്ളത്? ചെലവാകാൻ പോയ കാര്യം അദ്ദേഹം ഈ അടുത്ത കാലത്തായി ഫണ്ട് കൊടുക്കുന്നവർ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലെ മെമ്പർമാർക്ക് കൊടുക്കത്തുള്ളൂ. അതിന്റെ എണ്ണം പരിമിതമായി പോയി. അതിന്റെ എണ്ണം വളരെ പരിമിതമായി പോയി. ഈ ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രൂപ്പുകാരായാലേ കൊടുക്കത്തുള്ളൂ. അതിന്റെ എണ്ണം അങ്ങ് പരിമിതപ്പെട്ടപ്പം കൊടുക്കാൻ കോടി കൊണ്ടുപോകാനും മെമ്പർമാരില്ലാതെ അതാ പ്രശ്നം പറ്റി. ഇനി കൊടുത്താലും മതി. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി നമ്മളോട് സംവദിക്കുന്ന ശ്രീ അരുൺകുമാർ കേരളത്തിലെ വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് സ്ത്രീകളെയും അടക്കം ഈ കേരളത്തിൽ നിഷ്ഠൂരമായി ക്രൂരമായി തല്ലിക്കൊല്ലുകയും ബലാത്സംഗ കേസിന് ഉടമയാകുകയും വാളയാർ പോലെയുള്ള അട്ടപ്പാടി പോലെയുള്ള സിദ്ധാർത്ഥിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ പ്രസ്ഥാനത്തിന് നഷ്ടം വരുത്തിയ കേരളത്തിലെ കാലോചിതമായ അനുഭവങ്ങൾ കണ്ടും കേട്ടും നടക്കുന്ന ചെറുപ്പക്കാരനെന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഈ സമൂഹത്തിന് വേണ്ടി കൊടുത്തില്ല എന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെയാണ്. ഈ സ്ഥാനാർത്ഥി എങ്ങനെ ഇന്ത്യയെ സംരക്ഷിക്കാൻ നിയമപരമായി ഭരണഘടനാപരമായി കേന്ദ്രത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വ്യക്തമാക്കണം. കലാലയത്തിൽ അക്രമകൃതമായ സംഘടനാ പ്രവർത്തനം നടക്കുന്നു പറയുന്ന പ്രസ്ഥാനത്തിന്റെ വക്താവാണ് അരുൺകുമാർ. ഇത്തരത്തിലുണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം അല്ലല്ല, നിങ്ങളുടെ അല്ല ചോദ്യം, നിങ്ങളുടെയുമല്ല ചോദ്യം. നോക്കൂ, അവരാണ് ചോദിച്ചത്, മറുപടി അദ്ദേഹം പറയും.
സിദ്ധാർത്ഥിന്റെ മരണം ചോദിച്ചല്ലേ ഇവിടെ കേരള ജനതയാകെ ഞെട്ടിലോടെ കണ്ട കാര്യമാണ്. അതിന്റെ നിയമപരമായ നടപടിയെല്ലാം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ പറയാനുള്ളത്. സിദ്ധാർത്ഥിന്റെ ജീവനടക്കം വിദ്യാർത്ഥികളുടെ ജീവൻ നിങ്ങൾക്ക് വോട്ടാണ്. ഞങ്ങൾ മനുഷ്യത്വപരമായ സമയം സ്വീകരിക്കുന്നു, നിയമപരമായി പോകുന്നു, അത്രയുള്ള കാര്യം. എല്ലാവരും കാണും. കൂട്ടുകാരെന്നാ പറയുന്നത്. കൂട്ടുകാർ ആരാണോ ആ കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ളവർ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. എനിക്കിതിനകത്ത് LDFനോട് എനിക്കൊരു താത്വികമായ ഉത്തരവൊന്നുമല്ല വേണ്ടത്, ഒരു സിമ്പിൾ ഉത്തരം. ആരാണ് സിദ്ധാർത്ഥനെ കൊന്നത്? കൂട്ടുകാർ. അതിന് ഉത്തരം പറയണ്ടേ? കൂട്ടുകാർ. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും SFIയുടെ നേതാക്കന്മാരും ചേർന്ന് കൊന്നതാണ്. എല്ലാവരും പറഞ്ഞു. ഫലപ്രദമായി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇടപെടാൻ തയ്യാറായിട്ടുള്ളത് കേസുകാർ കൊന്നതുപോലെ സിദ്ധാർത്ഥിന്റെ മരണം പോലെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിന്റെയും ഇടപെടലോടെയാണ്. ആ തരത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം. സാറേ, ഈ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കാവ്. ലാവ്ലിൻ കേസിൽ ഒരു കേസ് ഇത്ര കാലം നീട്ടിവെച്ച് അവധിക്ക് കൊടുത്ത വേറൊരു കേസ് കേരളത്തിൽ ബഹുമാന്യനായ കൊടിക്കുന്നിൽ സുരേഷ് MP തുടർച്ചയായിട്ട് ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. എന്തുകൊണ്ട് 2 വട്ടം വിജയിച്ച ചെങ്ങറ സുരേന്ദ്രൻ പിന്നീട് തുടർച്ചയായിട്ട് വിജയിക്കുന്നില്ല? ഇടയ്ക്ക് 2 വട്ടം തോൽവി രുചിച്ചറിഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് ബഹുഭൂരിപക്ഷത്തോടെ പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതാണ് ഈ മണ്ഡലം കണ്ടത്. ഇത് നിങ്ങളുടെ പോരായ്മ കൊണ്ടല്ല. ഞാനിത് കേട്ടോ, അദ്ദേഹമാണ് മറുപടി പറയുന്നത്. നല്ലൊരു ചോദ്യം. ഇതെന്ത് സ്വഭാവമാണ്? അദ്ദേഹത്തിന് മറുപടി പറയാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് സുഹൃത്തോട് ചോദിച്ചത്. എന്തിനാണ് ഈ സംവരണം? പുതിയ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് സംവരണം. മനസ്സിലായോ? അവസരം ലഭിക്കാതിരിക്കുന്നവർക്ക് ഞാൻ വല്ല പറയുന്നുണ്ട് സുഹൃത്തെ. തുടർച്ചയായി 10 തവണ മത്സരിച്ച് ജയിച്ച കമ്മ്യൂണിസ്റ്റ് MP ഉണ്ട് ഈ നാട്ടില്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ ചോദ്യം എല്ലാം ശരിയാണ്. ഞങ്ങളുടെ ധാരണയിൽ സംവരണം എന്ന് പറയുന്നത് അവസരങ്ങൾ കൊടുക്കാനാണ്. അവസരം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അവസരങ്ങൾ, പല മേഖലയിലുള്ള അവസരങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംവരണം ഉള്ളത്. ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഒരു വ്യക്തി മറ്റാർക്കും അവസരം കൊടുക്കാതെ 35 വർഷക്കാലമായി മത്സരിക്കുന്നു. അത് നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം. എനിക്ക് അഭിപ്രായം ചോദിക്കുന്നു. 10 കോടി രൂപ ചെലവഴിച്ച് മത്സരിക്കാൻ ശേഷിയുള്ള പട്ടികജാതിക്കാരൻ ആരുണ്ട് എന്ന് ചോദിച്ചതായി കോൺഗ്രസ്സുകാരൻ എന്നോട് പറയുന്നു. ഏതാ പട്ടികജാതിക്കാർ ആരുണ്ട് കാശ് കൊടുക്കാൻ? പണം മുടക്കി മത്സരിക്കാൻ ആരുണ്ട്? ഞാനല്ലെങ്കിലും ചോദിച്ച് വാശിയോടെ മത്സരിക്കാൻ വരുന്ന സമീപനമല്ല ഇടതുപക്ഷ മുന്നണിക്കുള്ളത്. ഞങ്ങൾ അവസരങ്ങൾ കൊടുക്കുന്നു. ചെങ്ങറ മത്സരിച്ചു, ചെങ്ങറ ജയിച്ചു, അതുകൊണ്ട് ചെങ്ങറ തന്നെ മത്സരിക്കാൻ നല്ലതല്ല. അവസരങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കുന്നു. ആ അവസരം കൊടുക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ മാവേലിക്കര മാറാൻ പോകുന്നു. സാറ് പറഞ്ഞത് തികച്ചും നിരുത്തരവാദപരമായ ഒരു അഭിപ്രായമാണ് സാർ പറഞ്ഞത്. സംവരണം കൊടുക്കുന്നവർക്ക് മാത്രമല്ല പുതിയ അവസരങ്ങൾ കൊടുക്കേണ്ടത്. സംവരണം ഇല്ലാത്ത ആളുകളും പുതിയ ആളുകൾ വരണം. സംവരണത്തിലുള്ള ആളുകൾ മാത്രം പുതിയ ആളുകൾ വരണമെന്ന് പറഞ്ഞ സാർ ഞങ്ങൾക്ക് 3 തവണ മത്സരിക്കാൻ പറ്റൂ. ഞങ്ങളെ സംബന്ധിച്ച് നിയമസഭയിൽ പഞ്ചായത്തിൽ അതേ പറ്റൂ. നിങ്ങളെ പോലെ നിരന്തരമായി മത്സരിക്കുന്നവരല്ല നേതാക്കന്മാര്. നിരന്തരമായി മത്സരിക്കുന്നവരല്ല. കഴിഞ്ഞില്ല. സാർ പ്ലീസ് ഇവിടെ ബഹുമാനപ്പെട്ട LDFന്റെ പ്രതിനിധി തികച്ചും പട്ടികജാതി വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാര്യം? അദ്ദേഹം പറഞ്ഞത് സംവരണമുള്ള ആളുകൾ എപ്പോഴും ഇരിക്കാൻ പാടില്ല. സോമദ ചാറ്റർജി ഞാൻ പറഞ്ഞ കാര്യമല്ലേ? ഇത് അവിടുത്തെ ന്യായമാണ്. ഞാൻ പറഞ്ഞ കാര്യമല്ലേ? തികച്ചും വിരുദ്ധമാണ്. ഞാൻ പറഞ്ഞ കാര്യമല്ലേ? ആവശ്യമുള്ള പറയാൻ ചെയ്യരുത്. കഴിഞ്ഞ 2 ദശാബ്ദമായി തുടർച്ചയായിട്ടുള്ള കൊടിക്കുന്നിലിനെയും ഈ സംസ്ഥാനത്ത് ദുർഭരണം നടത്തുന്ന ഇടതുപക്ഷത്തെയും
ജനങ്ങൾ മടുത്തിരിക്കുന്നു. ശരി. ആ മടുപ്പിന് ബദലായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു റിസൾട്ട് ഉണ്ടാവും. എന്തായാലും ഈ വൈകുന്നേരം മാവേലിക്കര കണ്ടത് ചൂടേറിയ രാഷ്ട്രീയ വിവാദങ്ങളും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ചർച്ചയാണ്. നമ്മുടെ ജനം പൂർത്തിയാകുന്നു. നമസ്കാരം.